പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒരു കഴിഞ്ഞ കാലത്ത് സംഭവിച്ച ഒരു അബദ്ധത്തെക്കുറിച്ച്, ഒരു വീണുപോയ അവസ്ഥയെക്കുറിച്ച്, ഒന്ന് പരാജയപ്പെട്ടതിനെക്കുറിച്ചൊക്കെ വലിയ സങ്കടത്തിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ, ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാൻ പോകുന്നൊരു വചനം നിങ്ങൾ ഉറപ്പായിട്ട് ശക്തിപ്പെടുത്തുമെന്ന് എനിക്കൊരു വലിയ പ്രത്യാശയുണ്ട്. തകർന്നു പോയിട്ടുണ്ടാകാം, വീണ് പോയിട്ടുണ്ടാകാം, തോറ്റ് നിൽക്കുന്നുണ്ടാകാം. അത് ഒത്തിരി കാലം മുമ്പ് സംഭവിച്ചായിരിക്കും. ചിലപ്പോൾ ഏറ്റവും റീസെൻ്റ്ലി ആയിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതിന് നേരെ ഓപ്പോസിറ്റ് ആയ ഒരു കാര്യം നടന്ന് നമ്മൾ തവിട്ടുപൊടിയെ തകർന്ന് തരിപ്പണായി പോയ ഒരു അവസ്ഥയിൽ നിന്ന് എന്നെ ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഷെയർ ചെയ്യാൻ പോകുന്ന വചനം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണ്ടി ഈശോ നിങ്ങളിത് കേട്ട് കഴിയുമ്പോൾ തോന്നണം, ഈശോയെ ഇത് എനിക്ക് വേണ്ടി ഇന്ന് രാത്രി അങ്ങ് സംസാരിച്ചാണെന്ന്. അത്ര പവർഫുൾ ആയൊരു വചനമാണത്. ഇതേ നമ്മളിപ്പോൾ തകർന്ന് കിടക്കുന്ന അവസ്ഥ ചിലപ്പോൾ നമ്മൾ കാണിച്ചൊരു അബദ്ധം കൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് അധ്വാനിച്ചു, ഒരു വിജയം പ്രതീക്ഷിച്ചു, ഒരു ഓപ്പോസിറ്റ് ആയ റിസൾട്ടാണ് വന്നത്. ചിലപ്പോൾ ചില പാപങ്ങളിൽ വീണുപോയതായിരിക്കാം. തകർന്ന് കിടക്കുന്ന അവസ്ഥ. കർത്താവിൻ്റെ വചനം നമുക്കൊരു ഉറപ്പ് തരികയാണ്. ഞാൻ നിന്നെ പുനഃസ്ഥാപിക്കും, ഞാൻ നിന്നെ പണിതുയർത്തും, തകർന്ന് കിടക്കുന്നതിൻ്റെ അവസ്ഥയെ ഞാൻ വീണ്ടും ഉയർത്തും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇന്നലെ നമ്മൾ ചിന്തിച്ചില്ലേ, നമ്മുടെ സൗഹൃദങ്ങളെക്കുറിച്ചൊക്കെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച്, ദൈവനാമത്തിൽ അവരെ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചൊക്കെ, ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അവർ വലിയ വിഷമത്തിൽ കൂടെ തകർന്ന് കിടക്കുന്ന ഒരവസ്ഥ, ചിലപ്പോൾ അവരുടെ കൃഷി, ജോലി, പഠനം, ബിസിനസ്, അവരുടെ സ്വപ്നങ്ങളൊക്കെ തകർന്ന് കിടക്കുന്ന ഒരവസ്ഥയായിരിക്കും. അവർക്ക് വേണ്ടിയും കൂടി ഈ വചനം നിങ്ങൾ കേൾക്കുക, അവർക്ക് വേണ്ടി വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. പഴയ നിയമത്തിൽ ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിലെ അവസാനത്തെ അധ്യായമാണ്, 9-ാമത്തെ അധ്യായം. തകർന്ന് കിടക്കുന്ന നിന്റെ കൂടാരത്തെ ഞാൻ പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞ് കർത്താവ് ഒരു വാഗ്ദാനം നൽകാണ്. നിങ്ങൾ ഈ വചനം ഈ ടോക്ക് കഴിഞ്ഞ പാടെ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതി വെക്കണം. എഴുതി വെച്ച് ആവർത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ വേണ്ടി. നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അവർക്കും ആ വചനം ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒരു 33 തവണ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാനൊക്കെ പറയുക. വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ഇടയിൽ സംഭവിക്കട്ടെ. വിശുദ്ധരെന്ന് എടുക്കാം. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. ഈ വചനം നിങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. 9:11, അന്ന് ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തും, കേടുപാടുകൾ തീർത്ത് വീണ്ടും അതിനെ പഴയ കാലത്തെന്നതുപോലെ ഞാൻ പണിതുയർത്തും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വചനം ഒന്നുകൂടെ വായിക്കാവോ? ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തും, കേടുപാടുകൾ തീർത്ത് വീണ്ടും അതിനെ പഴയ കാലത്തെന്ന പോലെ പണിതുയർത്തും. ഇത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളുടെ വീടിന് വേണ്ടി പ്രാർത്ഥിക്കണം. തകർന്നു കിടക്കുന്ന അവസ്ഥ എന്താണോ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും എന്തെങ്കിലും തരത്തിലൊരു നിരാശയിലൂടെ തകർന്നു കിടക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദാവീദിന്റെ തകർന്നു പോയ കൂടാരത്തെ ദൈവം പുനഃസ്ഥാപിക്കും. അവൻ്റെ തകർന്നു കിടക്കുന്ന അവസ്ഥയെ, അവൾ തകർന്നു കിടക്കുന്ന അവസ്ഥയെ കർത്താവ് വീണ്ടും പുനരുദ്ധരിക്കും, പഴയതുപോലെ പ്രതാപത്തിൽ പണിതുയർത്തും. വിശ്വാസത്തോടെ ഈ വചനം നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങളുടെ ഫോണിൻ്റെ വാൾപേപ്പർ ആക്കിയിട്ടിട്ട് നിങ്ങളുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കിയിട്ട് ആ വചനം ഇട്ടേ. ആമോസ് 9:11, എൻ്റെ കർത്താവ് ഇത് പുനഃസ്ഥാപിക്കും. തോറ്റുപോയി, സങ്കടപ്പെട്ടു പോയി, പ്രതീക്ഷിച്ചതല്ല നമുക്ക് സംഭവിച്ചത്, അതിൻ്റെ ഓപ്പോസിറ്റായ കാര്യങ്ങൾ നടന്നു. പക്ഷേ ഐ ബിലീവ്, ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു, ആമോസ് 9:11 വചനത്തിൻ്റെ അഭിഷേകത്തിൽ എൻ്റെ കർത്താവ് എന്നെ വീണ്ടും പണിതുയർത്തും. എൻ്റെ ഭവനത്തെ, എൻ്റെ ബിസിനസ്, എൻ്റെ ജോലി, എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ആത്മീയ ജീവിതം, എൻ്റെ കർത്താവ് ഇത് പണിതുയർത്തും. ബിലീവ് ആൻഡ് പ്രേ. ഇത് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. വചനത്തിൻ്റെ ഒരു അഭിഷേകത്തിൽ വലിയ അത്ഭുതം നിങ്ങളുടെ ഇടയിൽ സംഭവിക്കട്ടെ. ഒരു വചനം കൂടെ ഒന്ന് വായിച്ചോ. 14-ാമത്തെ വാക്യമാണ്. ആമോസ് 9:14-15 ഒരുമിച്ച് വായിക്കാം. എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും, തകർന്ന നഗരങ്ങൾ പുനരുദ്ധരിച്ച് അവർ അതിൽ വസിക്കും, മുന്തിരിത്തോപ്പുകൾ നട്ടുപിടിപ്പിച്ച് അവർ വീഞ്ഞു കുടിക്കും, അവർ തോട്ടങ്ങൾ ഉണ്ടാക്കി ഫലം ആസ്വദിക്കും. 15-ാം വാക്യം, അവർക്ക് നൽകിയ ദേശത്ത് ഞാൻ അവരെ നട്ടു വളർത്തും, ആരും അവരെ പിഴുതെറിയുകയില്ല. കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ആമോസ് പ്രവാചകന്റെ പുസ്തകം മുഴുവനായിട്ടൊന്ന് വായിക്കണം എപ്പോഴും സമയം കിട്ടുമ്പോൾ. നമ്മൾ നേരത്തെ കുറച്ച് വർഷങ്ങൾ 2 വർഷം മുമ്പ് ബയോ എപ്പിസോഡുകൾ, ബൈബിൾ ഇൻസൈഡ് ഔട്ട്, ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളും പഠിപ്പിച്ചു പോയ സമയത്ത് ആമോസ് പ്രവാചകന്റെ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു തന്നിരുന്നു. ഒരുപാട് തിരുത്തലുകൾ, വാണിങ്ങുകൾ, സൂചനകളൊക്കെ കർത്താവ് കൊടുത്ത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്ന പ്രവാചകന്റെ വാക്കുകളാണ്. പക്ഷെ അതിന്റെ അവസാനത്തെ അധ്യായത്തിൽ പറയാണ്, നമ്മൾ തിരിച്ചു വരാൻ ഒരു തീരുമാനം നമ്മൾ എടുത്താൽ ഇതാ കർത്താവ് നമ്മളെ പണിതുയർത്തുന്നു. നമ്മൾ കരഞ്ഞു, നമ്മൾ കലങ്ങി, നമ്മൾ ഇല്ലാണ്ടായി, നമ്മൾ പൊട്ടി തകർന്ന് വീണു. പക്ഷെ അവിടെ എല്ലാം നമ്മളെ വീണ്ടും പണിതുയർത്തുന്ന ഒരു ദൈവത്തെ, നമ്മളെ ചിലപ്പോൾ സിറ്റുവേഷൻസ്, വ്യക്തികളൊക്കെ തകർത്തെറിയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാകും. പക്ഷെ നീ തകർത്തെറിഞ്ഞെടുത്ത് നിന്നെ വീണ്ടും കർത്താവ് നട്ട് വളർത്തും എന്നാണ് പറയുക. നിന്നെ പിന്നെ അവിടെ നിന്ന് ആരും പിഴുതെറിയുകയില്ല. ക്യാൻ യു ബിലീവ്? അത്ര എളുപ്പമൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ വിശ്വസിക്കാൻ. ദൈവമേ, ഞാൻ ഇത്രയും തകർന്ന് കിടക്കുന്ന അവസ്ഥയിൽ എനിക്ക് കയറി വരാൻ പറ്റുമെന്ന്. ഇത് ഈശോ നിന്നോട് പറഞ്ഞതാണ്. ഈശോയുടെ കുഞ്ഞിനോട് ഈശോ പറഞ്ഞതാണ്. ബിലീവ് ഇറ്റ്. അപ്പം പറഞ്ഞ കാര്യം മകള് വിശ്വസിക്കുക. നിന്നെ കർത്താവ് വീണ്ടും പണിതുയർത്തും. നീ കരഞ്ഞ സ്ഥലത്ത് കർത്താവ് നിന്നെ വീണ്ടും ഉയരാൻ അനുവദിക്കും. നീ വിണ്ട് കീറി നടന്ന സ്ഥലത്ത് കർത്താവ് വീണ്ടും നിന്നെ പണിതുയർത്തും. എൻ്റെ ദാവീദിൻ്റെ കൂടാരം ഞാൻ പണിതുയർത്തും. കർത്താവ് കൊടുക്കുന്ന വാഗ്ദാനമാണ്, മനുഷ്യന് പറഞ്ഞ വാഗ്ദാനങ്ങളല്ല ഇത്.
അതുകൊണ്ട് ബിലീവ് ഇറ്റ്. എൻ്റെ ഹൃദയത്തിലേക്ക് ഈ വചനം ഏറ്റെടുക്കുക. ആമോസ് 9:11 മാക്സിമം തവണ പ്രാർത്ഥിച്ചിട്ട് ഇന്ന് കിടന്നുറങ്ങണം. സ്റ്റാറ്റസ് ആയിട്ട് ഇടണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കർത്താവിൻ്റെ വചനം പടരട്ടെ, പടർന്ന് പന്തലിക്കട്ടെ. കർത്താവിൻ്റെ വചനത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് നമ്മളും വളരാൻ കർത്താവ് അനുഗ്രഹമാക്കി മാറ്റട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.